ഗുഡ് ഈവനിങ്. ഞാൻ ഓഡിബിൾ ആണോ? കേൾക്കുന്നില്ലേ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ. സ്ക്രീനൊക്കെ കറക്റ്റായിട്ട് വിസിബിൾ അല്ലേ? ഓക്കെ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിന് മുന്നേ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഹന. ഞാനിവിടെ AMUൽ BLLB 4th ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിന്ന് AMUൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സെഷനിലാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2023-24 സെഷനിൽ നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒക്കെ എല്ലാവർക്കും ഐഡിയ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നാലും ഒന്നും കൂടെ ഒന്ന് പറയാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ്. 100 ക്വസ്റ്റ്യൻസിൽ സെക്ഷൻ വൈസ് ഡിവൈഡഡ് ആയിരിക്കും. പ്രോപ്പറായിട്ട് ഡിവിഷൻ ഉണ്ടാവില്ല. ബട്ട് എന്താ പറയുക, 40 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ നിന്നും അതുപോലെ 20 ക്വസ്റ്റ്യൻസ് ലോജിക്കൽ റീസണിങ്ങിൽ നിന്നും പിന്നീട് വരുന്ന 40 ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ്, GK, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഇതെന്നെല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു 40 ക്വസ്റ്റ്യൻസും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ വരുന്നത്. പിന്നെ മാർക്കിംഗ് സ്കീം എന്ന് പറയുമ്പോൾ മാർക്കിംഗ് സ്കീം വരുന്നത് ഒരു റൈറ്റ് ആൻസറിന് 1 മാർക്ക് ഗെയിൻ ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ഒരു റോങ് ആൻസർ അറ്റംപ്റ്റ് ചെയ്യണതിന് 0.25 നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ മാക്സിമം ഷുവറായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. മാക്സിമം നെഗറ്റീവ് മാർക്കിങ് കുറച്ചിട്ട് പേപ്പർ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി ഡിസ്കഷനിലോട്ട് കിടക്കാം. നമ്മൾ ഫസ്റ്റ് സെക്ഷൻ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷാണ്. So first question, the present participle of arise is എന്തൊക്കെയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്? arose, arises, arising and arisen. ഇതിലെന്താ ചോദിച്ചിട്ടുള്ളത്? അറൈസ് എന്നുള്ള വേർബിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോമിനെയാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ? ഒരു വേർബിന്റെ ING ഫോമിനെയാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നതിനും അതായത് കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വേർബ് അഡ്ജക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴോ ആണ് അഡ്ജക്റ്റീവ് ആയിട്ടോ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം യൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇവിടെ അറൈസ് എന്നുള്ള വേർബിന്റെ ING ഫോം വരുന്ന ആൻസർ ഏതാണ്? ഇവിടെ അറൈസിങ്, ഓപ്ഷൻ C ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതിൽ ബാക്കി ഓപ്ഷൻസ് നോക്കിക്കേ. അറോസ് എന്ന് പറയുന്നത് എന്താണ്? അറൈസ് എന്നുള്ള ടേമിന്റെ പാസ്റ്റ് ടെൻസ് ആണ് അറോസ് എന്ന് പറയുന്നത്. അറൈസസ് എന്ന് പറയുന്നതോ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അതുപോലെ തന്നെ അറൈസൺ എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ. സോ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹി ഈസ് എ ഫെയർ വെദർ ഫ്രണ്ട് മീൻസ് എന്തൊക്കെയാണ് ഓപ്ഷൻസ്? എ ഗുഡ് ഫ്രണ്ട്, എ ഫേവറബിൾ ഫ്രണ്ട്, വൺ ഹു ഡെസേർട്സ് യു ഇൻ ഡിഫിക്കൽട്ടീസ്, എ ബെസ്റ്റ് ഫ്രണ്ട്. എന്താണ് ഒരു ഫെയർ വെദർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ? ഇതൊരു ഇഡിയമാണ് കേട്ടോ. ഫെയർ വെദർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ടേമിൽ തന്നെ നമുക്ക് മനസ്സിലാവും. നല്ല കാലങ്ങളിൽ മാത്രം കൂടെ ഉണ്ടാവുന്ന, കഷ്ടതകൾ വരുമ്പോൾ ഇട്ടിട്ട് പോകുന്ന, അതായത് കൂടെ സപ്പോർട്ട് ചെയ്യാതെ സഹായിക്കാതെ നിൽക്കുന്ന ഒരു ഫ്രണ്ടിനെയാണ് ഫെയർ വെദർ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിലേതാണ് അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ C, വൺ ഹു ഡെസേർട്സ് യു ഇൻ ഡിഫിക്കൽട്ടീസ് ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് ദ എൻഡ്സ് മീൻസ് എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ടു വർക്ക് വെരി ഹാർഡ്, ടു ബി ഇൻ ഹറി, ടു ബി ഗ്രീറ്റഡ് റൂഡ്ലി, ടു ഗെറ്റ് പസിൽഡ്. ഇതും ഇതുപോലെ തന്നെ ഒരു ഇഡിയം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടു ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരുന്നത്? അതായത് ഈ ഇഡിയത്തിന്റെ മീനിങ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, അതായത് ഭയങ്കര ഫുൾ ഡേ എക്സോസ്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഒരു റെസ്റ്റ് ഇല്ലാത്ത ഒരു കണ്ടീഷനെയാണ്
ഈ ഇഡിയം കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ക്യാൻഡിൽ ഇപ്പോൾ നോർമലായിട്ട് എങ്ങനെയാണ് ക്യാൻഡിൽ നമ്മൾ ഒരു സൈഡിലാണ് കത്തിക്കുക അല്ലേ, അതിന്റെ 2 സൈഡിലും കത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ എക്സ്ട്രാ ആയിട്ട് ഓവർ വർക്ക് ചെയ്യിക്കുകയാണ് അല്ലേ. അതുപോലെ തന്നെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ എക്സോസ്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ടു ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് എന്നുള്ള ഇഡിയം യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഓപ്ഷൻ എ, ടു വർക്ക് വെരി ഹാർഡ്. ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ റേസ് ചെയ്തോളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബോൺഹോമി is the synonym of എന്താണ്? ഏതൊക്കെയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്? ഓപ്പൺനെസ്, ഇൻറ്റിമസി, എംപ്റ്റിനെസ് ആൻഡ് ഫ്രണ്ട്ലിനെസ്. ബോൺഹോമി എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് ഒറിജിൻ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ടേം ആണ്. ഇതിന്റെ അർത്ഥം വരുന്നത് ഒരു ചിയർഫുൾ ആയിട്ടുള്ള, ഒരു ഈസി ഗോയിങ് ആയിട്ടുള്ള ഫ്രണ്ട്ലിനെസ്, അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് ബോൺഹോമി എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ഹോമി എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്രസ് ചെയ്യും അല്ലേ, അതുപോലെ തന്നെ ബോൺ ഹോമി എന്ന് പറയുന്നത് എന്താണ്? ഫ്രണ്ട്ലിനെസ് എന്നാണ് ഇതിനെ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഫ്രണ്ട്ലിനെസ് ആണ്. ഇതിൽ ബാക്കി ഓപ്ഷൻസ് നോക്കിക്കോ. ഓപ്പൺനെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് മോർ ലൈക്ക് എ ട്രാൻസ്പെറൻസി അല്ലേ. അപ്പൊ അതെന്താണ്? അത് അവിടെ സ്യൂട്ടബിൾ അല്ല. ഇന്റിമസി എന്ന് പറയുന്നത് ഒരു ക്ലോസ് ആയിട്ടുള്ള പേഴ്സണൽ ബോണ്ടിനെയാണ് ഇന്റിമസി എന്ന് പറയാം. എംപ്റ്റിനെസ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ടേം ആണ്. അത് ഇവിടെ സ്യൂട്ടബിൾ അല്ല. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഫ്രണ്ട്ലിനെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5th one. The art of reporting the words of a speaker is called as preposition, articulation, vocabulary and narration. ഇതൊരു ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഇംഗ്ലീഷിൽ ഒരാൾ പറഞ്ഞ കാര്യത്തിന് മറ്റൊരാൾ വേറൊരു സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യുന്നതിനെ എന്താണെന്ന് പറയുക? നറേഷൻ എന്നാണ് പറയുക. ഓക്കെ. പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഇൻ, ഓൺ, ആഫ്റ്റർ, ബിഫോർ ഇതുപോലുള്ള കണക്റ്റിംഗ് ടേംസിനെയാണ് നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നതോ, ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വോയിസിലോ അല്ലെങ്കിൽ സ്പീച്ചിലോ ഒക്കെ ഉള്ള ക്ലാരിറ്റിനെ കുറിച്ച് പറയുമ്പോഴാണ് ആർട്ടിക്കുലേഷൻ എന്നുള്ള ടേം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് അറിയാവുന്ന വേർഡ്സിന്റെ കളക്ഷനെയാണ് വൊക്കാബുലറി എന്ന് പറയുക. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? നറേഷൻ ആണ്. ഒരാൾ പറഞ്ഞ കാര്യം വേറൊരാൾ റിപ്പോർട്ട് ചെയ്ത് പറയുമ്പോഴോ റീടെൽ ചെയ്ത് പറയുന്നതിനോ ഇംഗ്ലീഷിൽ എന്താണ് പറയുക? നറേഷൻ എന്നാണ് പറയുക. ഓക്കെ. 6th question. Choose the correct word. Both the sisters are equally pretty, but the elder dash the two is more intelligent. ഇത് കുറച്ചൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമ്മൾ കൺഫ്യൂസ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമുക്കിതിൽ രണ്ട് സിസ്റ്റേഴ്സിനെയാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. നമുക്കിതൊരു ഫസ്റ്റ് ഔട്ട്ലുക്കിൽ നമുക്ക് എന്താണ്, ഇതൊരു കമ്പാരിസൺ ആയിട്ട് നമുക്ക് തോന്നും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ബിറ്റ്വീൻ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ടും അതിനൊരു ടെംപ്റ്റിങ് വരും. ബിറ്റ്വീൻ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഇവിടെ ബിറ്റ്വീൻ എന്നുള്ളതല്ല ഇവിടുത്തെ ആൻസർ, ഓഫ് ആണ്. എന്തുകൊണ്ടാണ് ഓഫ് വരുന്നത്? ഇവിടെ നമ്മൾ എന്താണ്, രണ്ട് സിസ്റ്റേഴ്സിനെ എടുത്തിട്ട് ജനറൽ കമ്പാരിസൺ നടത്തുകയല്ല ചെയ്യുന്നത്. നമ്മൾ രണ്ട് സിസ്റ്റേഴ്സിനെ ഒന്നിനെ ഹൈലൈറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പറയാണ്. ഡാഷ് ദ ടു ഈസ് മോർ ഇന്റലിജന്റ്, ദ എൽഡർ ഡാഷ് ദ ടു ഈസ് മോർ ഇന്റലിജന്റ്. എൽഡർ വണ്ണിനെ നമ്മൾ എന്താണ് എടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു ഫിക്സ്ഡ് ഫ്രേസ് ആണ് എന്ത്, എൽഡർ ഓഫ് ദ ടു എന്ന് പറയുന്നത്. ബെറ്റർ ഓഫ് ദ ടു, എൽഡർ ഓഫ് ദ ടു എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇംഗ്ലീഷിലെ ഒരു ഫിക്സ്ഡ് ഫ്രേസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ബിറ്റ്വീൻ അല്ല കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ ഇഡിയോമാറ്റിക്കലി കറക്റ്റ് ആയിട്ട് വരിക ഏതാണ്, ഓഫ് എന്നുള്ള ടേം ആണ്. ഓക്കെ, ഇപ്പൊ ജനറൽ കമ്പാരിസൺ ആണ്, രണ്ടുപേര് തമ്മിലുള്ള ഒരു ജനറൽ കമ്പാരിസൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ബിറ്റ്വീൻ എന്ന് യൂസ് ചെയ്യും. അതുപോലെ തന്നെ മോർ ദാൻ ടു പീപ്പിൾസിന്റെ ഇടയിൽ നടക്കുന്ന ഒരു കമ്പാരിസൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, എമംഗ് എന്നുള്ള ടേം യൂസ് ചെയ്യാം. Moving on to the next question.
Complete the following: act, action, arrive, dash. അപ്പം ഇതൊരു അനലോജി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ഒരു വേർഡ്സ് ആൻഡ് അതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആക്ട് ആൻഡ് ആക്ഷൻ. ആക്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു വേർബാണ്. അതിൻ്റെ നൗൺ ഫോമാണ് ആക്ഷൻ എന്ന് പറയുന്നത്. അറൈവ് എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിട്ടുള്ള നെക്സ്റ്റ് വേർബ്. ഇതിൻ്റെ നൗൺ ഫോം ആയിരിക്കണം നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് ഓപ്ഷൻസ് നോക്കുക? അറൈവ്ഡ്. അറൈവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് അത് റൂൾ ഔട്ട് ചെയ്ത് കളയാം, അത് പറ്റില്ല. നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? അറൈവിങ്. അറൈവിങ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ വരുന്നതാണ്, അതുകൊണ്ട് അതും അല്ല അതിൻ്റെ നോൺ ഫോം. പിന്നെ വരുന്നത് അറൈവൽ. അറൈവൽ ഇവിടെ സ്യൂട്ടബിൾ ആവുന്ന കറക്റ്റ് ആൻസർ ആണ്. അറൈവൽ എന്ന് പറയുന്നതാണ് അറൈവ് എന്ന വേർബിൻ്റെ നൗൺ ഫോം. ഡിപ്പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? അറൈവിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആന്റണിമാണ് ഡിപ്പാർട്ട് എന്ന് പറയുന്ന ടേം. ഓക്കെ, next question. A group of donkeys is called options: team, train, stud, drove. ഇതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോങ്കീസിൻ്റെ കളക്റ്റീവ് നൗൺ എന്താണ്? ഡ്രോവ് എന്നതാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ഡോങ്കീസിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. ഡ്രോവ് എന്നുള്ളതാണ് ഡോങ്കീസിൻ്റെ കളക്റ്റീവ് നൗൺ. ടീം എന്ന് നമ്മൾ യൂസ് ചെയ്യപ്പെടുക ഒരു ഹ്യൂമൻ ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിലാണ് നമ്മൾ ടീം എന്ന് യൂസ് ചെയ്യുക അല്ലേ? സ്പോർട്സ് ടീം എന്നൊക്കെ യൂസ് ചെയ്യുന്നത്. ട്രെയിൻ എന്നുള്ളത് എന്താണ്? ക്യാമൽസിൻ്റെ അല്ലെങ്കിൽ എലഫൻസിൻ്റെ ഒക്കെ പ്രൊസഷൻ, അതായത് അവർ ലൈനായിട്ട് പോകുന്ന ആ ഒരു ഇതിനെയാണ് ട്രെയിൻ എന്ന് പറയുന്നത്. സ്റ്റഡ് എന്ന് പറയുന്നത് എന്താണ്? ഹോഴ്സസിൻ്റെ ബ്രീഡിംഗ് ഗ്രൂപ്പിനെയാണ് സ്റ്റഡ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഡ്രോവ് ആണ്. ഗ്രൂപ്പ് ഓഫ് ഡോങ്കീസ് ഈസ് കോൾഡ് ഡ്രോവ്. 9th question. The noun epoch stands for എന്തൊക്കെയാണ് ഓപ്ഷൻസ്? എ ടൂൾ ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഹൗസ്, എ ഫീമെയിൽ ഷീപ്പ്, എ സ്ട്രോങ് ഡിസയർ ഫോർ സംതിങ്, എ പീരിയഡ് ഓഫ് ടൈം ഇൻ ഹിസ്റ്ററി. ഈപ്പോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു നൗണാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹിസ്റ്ററിയിലെ ഒരു പെർട്ടിക്കുലർ പീരിയഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈപ്പോക്ക് എന്നുള്ള ടേം യൂസ് ചെയ്യുക. എറ, ഏജ് എന്നൊക്കെ യൂസ് ചെയ്യൂലേ, അതുപോലെയുള്ള ഒരു ടേമാണ് എന്തെന്ന് പറയുന്നത്? ഈപ്പോക്ക് എന്ന് പറയുന്നത്. ദ കൊളോണിയൽ ഈപ്പോക്ക്, ദ ഡിജിറ്റൽ ഈപ്പോക്ക് എന്നൊക്കെ യൂസ് ചെയ്യാം. അപ്പം നമുക്കിവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? എ പീരിയഡ് ഇൻ ഹിസ്റ്ററി. ഓപ്ഷൻ ഡി, എ പീരിയഡ് ഇൻ ഹിസ്റ്ററി എന്നാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. മൂവിങ് ഓൺ, ക്വസ്റ്റ്യൻ നമ്പർ 10. കറക്റ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ്. ദ പോയറ്റ് ആൻഡ് ക്രിട്ടിക് ഹാവ് ബീൻ ഓണേർഡ്. നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇതിൽ നോക്കുമ്പോൾ നമുക്കിതിൽ തെറ്റായിട്ടൊന്നും തോന്നില്ല അല്ലേ? ദ പോയറ്റ് ആൻഡ് ക്രിട്ടിക് ഹാവ് ബീൻ ഓണേർഡ്. ഇതൊരു സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം സബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ദ പോയറ്റ് ആൻഡ് ക്രിട്ടിക് എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതും നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ട്രിക്കിയാണ്. ദ പോയറ്റ് എന്നുള്ള ടെൻസ് അല്ല നമ്മൾ യൂസ് ചെയ്യുക, മറിച്ച് ഹാസ് ബീൻ എന്നുള്ള ഫോമാണ് യൂസ് ചെയ്യുക. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ എന്തൊക്കെയാണ്? ദ പോയറ്റ് ആൻഡ് ക്രിട്ടിക് ഹാഡ് ബീൻ ഓണേർഡ്. ഈ സെൻറ്റൻസും കറക്റ്റായിട്ട് തോന്നും അല്ലേ? പക്ഷേ എന്താണ്? ഹാഡ് ബീൻ ഓണേർഡ് എന്ന് യൂസ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ്ലി എന്തായി മാറി? അതിൻ്റെ ടെൻസ് മാറിപ്പോയി. ടെൻസ് കംപ്ലീറ്റ്ലി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലോട്ടായിപ്പോയി അല്ലേ? അപ്പോൾ ഇവിടെ ഈ സെൻറ്റൻസിൽ നമ്മൾ വന്നിട്ടുള്ള ടെൻസിൻ്റെ ഫോം എന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എ ചൂസ് ചെയ്യുമ്പോൾ എന്താണ്? കംപ്ലീറ്റ്ലി സെൻറ്റൻസിൻ്റെ ടെൻസ് മാറി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസായി മാറും. അപ്പോൾ അതുകൊണ്ട് എന്താണ്? ഓപ്ഷൻ എ എന്ന് പറയുന്നത്
ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നും നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ദ പോയറ്റ് ആൻഡ് ക്രിട്ടിക് ഹാസ് ബീൻ ഓണേർഡ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആവുമ്പോൾ അതിൻ്റെ കൂടെ എന്താ ഉണ്ടാവുക? ഹാസ് ബീൻ ഓണേർഡ് എന്നുള്ളതാണ് വരും. മൂവിങ് ഓൺ. ക്ലിയർ ആയി വിചാരിക്കണു. ഡൗട്ട് ഇല്ലല്ലോ? ഉണ്ടെങ്കിൽ ഒന്ന് റൈസ് ചെയ്യൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് ദ സ്പീച്ച് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. ദ ബോയ്സ് റാൻ റൗണ്ട് ദ ട്രീ. ഇതെന്താണ്? ഒരു പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സെന്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ദ ബോയ്സ് റാൻ റൗണ്ട് ദ ട്രീ. ഇവിടെ റൗണ്ട് എന്ന വേർഡ് ആണ് നമുക്ക് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പാർട്ട് ഓഫ് സ്പീച്ച് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ റൗണ്ട് എന്നുള്ളത് എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്? റൗണ്ട് എന്ന് പറയുന്നത് റാൻ എന്ന വേർബിനെയും ദ ട്രീ എന്ന് പറയുന്ന നൗണിനെയും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടാണ് ഇവിടെ റൗണ്ട് എന്നുള്ള ടേം യൂസ് ചെയ്തിട്ടുള്ളത്. അതെന്താണ്? ഒരു അഡ്ജക്റ്റീവ് ആണോ? നമ്മൾ ഈ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാനല്ലല്ലോ റൗണ്ട് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് നമുക്ക് ഓപ്ഷൻ എ അല്ല, അത് നമുക്ക് റൂൾ ഔട്ട് ചെയ്ത് കളയാം. അഡ്വേർബ് അല്ല, നമ്മൾ റാൻ എന്ന് പറയുന്ന വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യാനും അല്ല റൗണ്ട് എന്ന് പറഞ്ഞ ടേം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ആ ഓപ്ഷനും റൂൾ ഔട്ട് ചെയ്ത് കളയാം. ആൻഡ് ഓഫ് കോഴ്സ് റൗണ്ട് എന്ന് പറയുന്നത് എന്താ അല്ല, ഒരു നൗൺ അല്ല. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള നൗണും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, പ്രിപ്പോസിഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫ്രേസ് പിറിക് വിക്ടറി സ്റ്റാൻഡ്സ് ഫോർ. എന്തൊക്കെയാണ് ഓപ്ഷൻസ് നോക്കിക്കേ? ഈസി വിക്ടറി, ഓണസ്റ്റ് വിക്ടറി, വിക്ടറി അറ്റ് എ ഹൈ കോസ്റ്റ്, വിക്ടറി അറ്റ് എ ലോ കോസ്റ്റ്. പിറിക് വിക്ടറി എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് വിജയമൊക്കെ നേടി, പക്ഷെ എന്താണ്, നമ്മൾ അതിന് വേണ്ടിയിട്ട് വലിയ വിലയാണ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവുക. അതായത് നമുക്ക് വലിയ സാക്രിഫൈസ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് അത്തരത്തിലുള്ള ഒരു വിജയം ഉണ്ടായത്. അതായത് നമുക്ക് ആ വിജയം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് തോൽവിക്ക് സമാനമായിരിക്കും. കാരണം അത്രയും നഷ്ടം നമ്മൾക്ക് ആ വിജയം കാരണം സംഭവിച്ചിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ള ഒരു വിക്ടറിനെയാണ് പിറിക് വിക്ടറി എന്ന് പറയാം. ഓക്കെ, ഇതിൻ്റെ പിന്നിലൊരു ഹിസ്റ്ററി ഉണ്ട്. ആക്ച്വലി എപ്പിറസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് ഇതിൻ്റെ രാജാവായിരുന്ന കിങ് പിറസ് റോമൻസ് ആയിട്ടുള്ള യുദ്ധത്തിൽ വിജയിച്ചു. പക്ഷെ ആ വിജയത്തിൽ എന്താണ്, ആ യുദ്ധത്തിൽ അയാൾക്ക് വലിയ സേനയെ തന്നെ നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള ഘട്ടത്തിൽ കിങ് പറഞ്ഞ ഒരു റിമാർക്കാണ് എന്ത്, ഇത്തരത്തിലുള്ള ഒരു വിക്ടറിയും കൂടെ ഉണ്ടായാൽ വി ആർ അൺഡൺ, ഇനി നമ്മൾ മുഴുവനായിട്ട് ഇല്ലാണ്ടായി പോവും എന്നാണ് രാജാവ് പറഞ്ഞത്. ആ ഇതിൽ നിന്നിട്ടാണ് ഈ വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. ആ സിറ്റുവേഷൻ, ആ റിമാർക്കിൽ നിന്നാണ് പിറിക് വിക്ടറി എന്ന് പറയുന്ന ടേം ഡിറൈവ് ആയി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? വിക്ടറി അറ്റ് എ ഹൈ കോസ്റ്റ്. ഓക്കെ, മൂവിങ് ഓൺ. The feminine word of tutor is, എന്തൊക്കെയാണ് ഓപ്ഷൻസ്? നൺ, ഗവേർണസ്, മിസ്ട്രസ്, മിസ്. ട്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു മെസ്കുലൈൻ വേർഡാണ്. ഇതിൻ്റെ ഫെമിനൈൻ വേർഡാണ് നമ്മൾക്ക് കണ്ടെത്തേണ്ടത്. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കമൻറ്റിലോ? ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഗവേർണസ് എന്നാണ്. ഓക്കെ, നമുക്ക് മിസ്ട്രസ് എന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷേ അതല്ല, ഗവേർണസ് എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. മിസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വ്യക്തിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മിസ് എന്നുള്ളത്. അതുകൊണ്ട് അതും എന്തല്ല, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ല. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഗവേർണസ് ആണ്.
Next question. The antonym of the word juvenile is എന്തൊക്കെയാണ് ഓപ്ഷൻസ്? മെച്യൂർ, ഇൻജസ്റ്റിസ്, ഈഗർ ആൻഡ് അറ്റൻഷൻ. ജുവനൈൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? ബാല്യത്തിനാണ്, അതായത് മെച്യൂർ ആയിട്ടുള്ളത്, മെച്യൂർ ആയിട്ടില്ലാത്ത സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ, അതായത് ചെയ്യുന്ന ആക്ഷൻസിൻ്റെ സീരിയസ്നെസ്സോ അതിൻ്റെ കോൺസിക്വൻസസോ തിരിച്ചറിയാനുള്ള മെച്യൂരിറ്റി എത്താത്ത കുട്ടികളെയാണ് എന്തെന്ന് പറയുക, ജുവനൈൽ എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ആൻറ്റണിം ആയിട്ടുള്ള വേർഡ് എന്താണ്? ഓഫ് കോഴ്സ് ഓപ്ഷൻ എ, മെച്യൂർ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇൻജസ്റ്റിസ്, അത് നമ്മുടെ വേർഡായിട്ട് റിലേറ്റഡ് അല്ല. ഈഗർ എന്ന് പറയുന്നതും അറ്റൻഷൻ എന്ന് പറയുന്നതും എന്താണ്? നമ്മുടെ ജുവനൈൽ എന്ന് പറയുന്ന ടേമായിട്ട് റിലേറ്റഡ് അല്ല. സോ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ, മെച്യൂർ. Next question. The synonym of the word hysteria is എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ഗ്രേറ്റ്, ന്യൂറോസിസ്, ട്രാൻസിയൻറ്റ്, സ്റ്റിമുലസ്. ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിസ്റ്റീരിയ എന്ന് പറയുന്നത് ഒരു മെൻ്റൽ കണ്ടീഷനാണ്, ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസിനെയാണ് ഹിസ്റ്റീരിയ എന്ന് പറയുക. അതായത് പേടിയും ഇമോഷണൽ ആയിട്ടുള്ള ഇൻസ്റ്റെബിലിറ്റീസും ആങ്സൈറ്റീസ്, ഫിയേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു മെൻ്റൽ കണ്ടീഷനെയാണ് എന്തെന്ന് പറയുക? ഹിസ്റ്റീരിയ എന്ന് പറയുക. ഇവിടെ ഗ്രേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അതിനായിട്ട് റിലേറ്റഡ് അല്ല. അതുകൊണ്ട് എന്താണ്, അത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ല. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? ന്യൂറോസിസ് എന്നുള്ളതാണ്. ന്യൂറോസിസ് എന്ന് പറയുന്നതാണ് എന്താണ്? ഇതുപോലെ തന്നെ ഒരു മെൻ്റൽ കണ്ടീഷനാണ് ന്യൂറോസിസ് എന്ന് പറയുന്നത്. ട്രാൻസിയൻ്റ് എന്ന് പറഞ്ഞാലോ? ട്രാൻസിയൻ്റ് എന്ന് പറഞ്ഞാൽ അല്പായുസ്സായതിനെയാണ് ട്രാൻസിയൻ്റ് എന്ന് പറയുക. പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന എന്ന് കാണിക്കുന്നതിന് എന്ന അർത്ഥമുള്ള വേർഡാണ് ട്രാൻസിയൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ട്രിഗറിനെയാണ് സ്റ്റിമുലസ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, ന്യൂറോസിസ് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് വൺ വേർഡ് ഫോർ എ പ്ലേസ് വിത്ത് എ ഗുഡ് ക്ലൈമറ്റ് ഫോർ ഇൻവാലിഡ്സ്. ഇവിടെ എന്തൊക്കെയാണ് ഓപ്ഷൻസ്? സാനറ്റോറിയം, റെസ്റ്റോറൻറ്റ്, സാങ്ച്വറി, ഗ്രേവ്യാർഡ്. എന്താണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ പ്ലേസ് വിത്ത് എ ഗുഡ് ക്ലൈമറ്റ് ഫോർ ഇൻവാലിഡ്സ്. ഇൻവാലിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗശയ്യയിലായിട്ടുള്ള ആളുകളെയാണ്, അതായത് അസുഖം ഒക്കെ കൂടി ഒന്നിനും കഴിയാതെ ഉള്ള ആളുകളെയാണ് എന്തെന്ന് പറയുക? ഇൻവാലിഡ്സ് എന്ന് പറയുക. ഇവരുടെ ശുശ്രൂഷ, അങ്ങനെയുള്ള വിശ്രമം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസിനെയാണ് എന്തെന്ന് പറയാം? സാനറ്റോറിയം എന്ന് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 15 ഒന്നുകൂടെ പറയുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 15 എന്ന് പറയുന്നത് എന്താണ്? ദ വേർഡ് ഹിസ്റ്റീരിയ ഈസ് ദ സിനോണിം ആണ് ചോദിച്ചിട്ടുള്ളത്. ഹിസ്റ്റീരിയ എന്ന ടേമിന്റെ സിനോണിം ആണ് ചോദിച്ചിട്ടുള്ളത്. ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെന്റൽ കണ്ടീഷനെയാണ് ഹിസ്റ്റീരിയ എന്ന് പറയുക. മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ആരോ മൈക്ക് അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്, അതൊന്ന് മ്യൂട്ട് ചെയ്യൂ. ഹിസ്റ്റീരിയ എന്ന് പറയുന്നത് ഒരു മെൻ്റൽ കണ്ടീഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവുന്ന, അതായത് ആങ്സൈറ്റീസ്, ഫിയേഴ്സ്, മൊത്തത്തിൽ മെൻ്റലി സ്റ്റേബിൾ അല്ലാത്തൊരു കണ്ടീഷനാണ് ഹിസ്റ്റീരിയ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആ അർത്ഥം വരുന്ന വേറൊരു ടേമാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ സിനോണിമാണ് ചോദിച്ചിട്ടുള്ളത്, സിമിലർ മീനിങ് വരുന്നത്. ഇതിൽ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ന്യൂറോസിസ് എന്ന് പറയുന്നതാണ്. ഗ്രേറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു കണ്ടീഷനെ ആയിട്ട് റിലേറ്റഡ് അല്ല തീരെ.
പിന്നെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ എന്താണ്? ട്രാൻസിയന്റ് എന്നുള്ളതാണ്. ട്രാൻസിയന്റ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത് അല്പായുസായിട്ടുള്ള, അതായത് വളരെ കുറഞ്ഞ കാലം മാത്രം നിലനിൽക്കുന്ന എന്ന അർത്ഥമാണ് ട്രാൻസിയന്റ് എന്ന് പറയുന്ന വേർഡിന് വരുന്നത്. പിന്നെ പറയുന്നത് വേർഡ് എന്താണ്? സ്റ്റിമുലസ് എന്നുള്ളതാണ്. സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഒരു ട്രിഗറിനെയൊക്കെയാണ് സ്റ്റിമുലസ് എന്ന് പറയുക. അതായത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് എന്തെങ്കിലും ഒരു ട്രിഗർ, എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു ട്രിഗർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. അപ്പോൾ അതിൽ ആപ്റ്റായിട്ടുള്ള ഓപ്ഷനാണ് ന്യൂറോസിസ് എന്ന് പറയുന്നത്. ന്യൂറോസിസും ഇതുപോലെ തന്നെ ഒരു മെൻ്റൽ ഹെൽത്ത് സിറ്റുവേഷനാണ് ന്യൂറോസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ. Question number 16. Select one word for a place with a good climate for invalids. നമ്മൾ പറഞ്ഞു ഇൻവാലിഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായാലും രോഗശയ്യയിൽ പ്രായമായിട്ടുള്ള രോഗശയ്യയിലായിട്ടുള്ള ആളുകളെയാണ് ഇൻവാലിഡ്സ് എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്ത ആളുകളെയാണ് ഇൻവാലിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള നല്ല ക്ലൈമറ്റിലുള്ള ഒരു നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു പ്ലേസിനെ എന്താ പറയുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള സ്ഥലത്തിന് പറയുന്ന പേരാണ് എന്ത്? സാനറ്റോറിയം എന്നുള്ളത്. ഓക്കെ. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സാനറ്റോറിയം എന്നുള്ളതാണ്. റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ എന്ന് ഹോട്ടൽ നമുക്കറിയാം അല്ലേ. സാങ്ച്വറി എന്ന് പറഞ്ഞാലും അതിന് കറക്റ്റ് ആയിട്ടുള്ള വേർഡല്ല. ഗ്രേവ്യാർഡ് എന്ന് പറഞ്ഞാലും ഡെത്തിന് ശേഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ സാനറ്റോറിയം ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Choose the suitable option that describes the meaning of the underlined phrase. No one but his conscience advised him to come back to earth. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ഇതിൽ കം ബാക്ക് എന്ന് പറയുന്ന ടേമിൻ്റെ മീനിങ് ആണ് കം ബാക്ക് ടു എർത്ത് എന്ന് പറയുന്ന ടേമിൻ്റെ മീനിങ് ആണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? റിട്ടേൺ ഹോം, റിട്ടേൺ ടു എർത്ത്, റിട്ടേൺ ടു റിയാലിറ്റി, ബി ഓണസ്റ്റ്. ഇവിടെ കം ബാക്ക് ടു എർത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇഡിയമാണ്. നമ്മൾ സാധാരണ കോൺവെർസേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്ന റിയാലിറ്റിക്ക് തിരിച്ചു വാ എന്നുള്ള അർത്ഥമാണ് കം ബാക്ക് ടു എർത്ത് എന്നുള്ള ഇഡിയം കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ. അത് ഒരാൾ വല്ലാതെ ഡിലൂഷണലായിട്ട് ഡേ ഡ്രീം ചെയ്ത് അതിൽ സന്തോഷം കണ്ടെത്തി അതിലങ്ങനെ മതിച്ച് നടക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരാൻ പറയുന്നതിനെയാണ് എന്തെന്ന് പറയുക? കം ബാക്ക് ടു എർത്ത് എന്ന് പറയുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? റിട്ടേൺ ടു റിയാലിറ്റി. ഓപ്ഷൻ സി റിട്ടേൺ ടു റിയാലിറ്റി എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 18. Fill in the blank with the most appropriate option. He generally dash at an odd hour. He generally dash at an odd hour. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ടേൺസ് ഓവർ. ടേൺസ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിക്കുക, മറിക്കുക എന്നൊക്കെയുള്ള അർത്ഥം വരുന്നത്. പേജ് ടേൺ ചെയ്യുക, ടേൺ ഓവർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അർത്ഥം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതെന്താണ് ഈ സെൻറ്റൻസിൽ ഇവിടെ സ്യൂട്ടബിൾ ആവില്ല. ടേൺസ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലി സ്വിച്ച് ഓൺ ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥമാണ് ടേൺസ് ഓൺ എന്നുകൊണ്ട് അർത്ഥം വെക്കുന്നത്. ടേൺസ് അപ്പ് എന്ന് പറഞ്ഞാലാണ് അർത്ഥം വരുന്നത് ഒരു സ്ഥലത്ത് എത്തുക, വരിക എന്നൊക്കെയുള്ള അർത്ഥം ഉദ്ദേശിക്കുന്നത് ടേൺസ് അപ്പ് എന്നുള്ളതാണ്. ഈ ഫ്രേസാണ് ഇവിടെ കറക്റ്റായിട്ട് സ്യൂട്ടബിൾ ആവുന്നത്. ഓപ്ഷൻ സി ടേൺസ് അപ്പ് എന്നുള്ളതാണ് ഇതിൻ്റെ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ടേൺസ് ഓഫ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് ടേൺസ് ഓഫ് എന്ന് പറയുന്ന ഫ്രേസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 19.
The noun doctrine means the most important quality of something, a belief held and taught by a church, trust in somebody's ability, able to guess. ഡോക്ട്രൈൻ എന്ന് പറയുന്ന നൗണിൻ്റെ മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡോക്ട്രൈൻ എന്ന് പറയുന്ന നൗൺ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ബിലീഫ് സിസ്റ്റത്തിനൊക്കെയാണ് എന്തെന്ന് പറയുക, ഡോക്ട്രൈൻ എന്ന് പറയുക. മെയിൻലി ഒരു ചർച്ചിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സമ്പ്രദായത്തിൽ നിന്ന്, പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ഒരു സ്കൂൾ ഓഫ് തോട്ട് എന്നൊക്കെ ഉണ്ടാകുന്ന ഒരു ബിലീഫിനെ അല്ലെങ്കിൽ അങ്ങനെ ആണ് ഒരു ബിലീഫിനെ അല്ലെങ്കിൽ ഒരു തോട്ടിനെയൊക്കെയാണ് ഡോക്ട്രൈൻ എന്ന് പറയുക. ഇതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള വേർഡ് ഉണ്ടല്ലോ, എന്താണ്? സിദ്ധാന്തം എന്നുള്ളതാണ് ഡോക്ട്രൈൻ എന്നുള്ള ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതിന് ആപ്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, എ ബിലീഫ് ഹെൽഡ് ആൻഡ് ടോട്ട് ബൈ എ ചർച്ച്. ഇവിടെ ബൈ എ ചർച്ച് എന്നുള്ളത് മാത്രമല്ല, പല സ്കൂൾസിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുള്ള ബിലീഫ് സിസ്റ്റത്തിനെയാണ് എന്തെന്ന് പറയുക, ഡോക്ട്രൈൻ എന്ന് പറയുക. ഇവിടെ ഇതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള മീനിങ് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് നോക്കി നോക്കൂ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഓഫ് സംതിങ്, അതല്ലല്ലോ, അതിനായിട്ട് റിലേറ്റഡ് അല്ല. ട്രസ്റ്റ് ഇൻ സംബഡീസ് എബിലിറ്റി, അതുമല്ല. അതുപോലെ തന്നെ ഏബിൾ ടു ഗസ്, അതും അതിനെ മീൻ ചെയ്യുന്നതല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മസ്കുലൈൻ വേർഡ് ഓഫ് ലേഡി ഈസ്. ലേഡി എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ജെന്റിൽമാൻ എന്നാണ് ഇതിൻ്റെ മസ്കുലൈൻ വേർഡ് എന്ന് തോന്നും. പക്ഷെ ലേഡി എന്ന് പറയുന്നത് ഇവിടെ എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത്? ഒരു ടൈറ്റിലിനെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ജെന്റിൽമാൻ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഉള്ള ഓപ്ഷൻസിലില്ല. അപ്പം നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? ലേഡി എന്നുള്ളത് ഇവിടെ ഒരു ടൈറ്റിലായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ലോഡാണ്. ബ്രിട്ടീഷ് യൂസേജിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ലോഡ് ആൻഡ് ലേഡി അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ലേഡി എന്നുള്ള ടേമിൻ്റെ മസ്കുലൈൻ ടേം ആണ് എന്തെന്ന് പറയുന്നത്? ലോഡ് എന്ന് പറയുന്നത്. ഹെയർ എന്ന് പറയുന്ന മസ്കുലൈൻ ടേമിൻ്റെ ഫെമിനൈൻ വേർഡ് എന്താണ്? ഹെയറസ്. അതുപോലെ പ്രിൻസിൻ്റെത് പ്രിൻസസ്. ലാഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ ഫെമിനൈൻ വേർഡാണ് എന്ത്? ലാസ് എന്ന് പറയുന്നത്. LASS. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അബ്സ്ട്രാക്ട് നൗൺ ഓഫ് കിങ് ഈസ്. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ഡിക്റ്റേറ്റർഷിപ്പ്, മാൻഹുഡ്, ഓണർഷിപ്പ്, കിങ്ഷിപ്പ്. കിങ് എന്നുള്ളതിൻ്റെ അബ്സ്ട്രാക്ട് നൗൺ എന്താണ്? ഒബ്വിയസ്ലി കിങ്ഷിപ്പ് ആണ് അല്ലേ. അബ്സ്ട്രാക്ട് നൗൺ എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ? നമുക്ക് ഫിസിക്കലായിട്ട് കാണാൻ പറ്റാത്ത, ടച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിനെയൊക്കെ, ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെയൊക്കെ കാണിക്കുന്ന നൗൺസിനെയാണ് എന്തെന്ന് പറയുക? അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുക. അപ്പോൾ കിങ് എന്നുള്ള നൗണിൻ്റെ അബ്സ്ട്രാക്ട് നൗൺ ആണ് എന്തെന്ന്? കിങ്ഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, malevolence is the antonym of. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? apathy, inhumanity, generosity, humane. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? മാലവലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലെ തന്നെ ഒരു അബ്സ്ട്രാക്ട് നൗൺ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫീലിംഗ് ആണ്. അതിനെ കൊണ്ട് എന്താ, ഒരു ഈവിൾ ഇൻറ്റൻഷൻ, മലൈസ്, ഹെയ്റ്റ് എന്നൊക്കെയാണ് മാലവലൻസ് എന്നുള്ള ടേമിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്താണ് വരുന്നത്? ജനറോസിറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഹ്യൂമെയിൻ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് തോന്നും, പക്ഷേ അതൊരു ഡയറക്റ്റ് ആൻറ്റോണിം അല്ല. അപ്പോൾ എന്താണ്? ജനറോസിറ്റി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 23. 25 നമ്മൾ എത്തുന്നുള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 23. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ മോസ്റ്റ്
appropriate option. Sorry, 22. Okay. 22. മാലവലൻസ് എന്ന് പറയുന്ന ടേമിൻ്റെ ആൻറ്റണിമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, മാലവലൻസ് എന്ന് പറയുന്ന ടേം കൊണ്ട് എന്താ മീൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു ഈവിൾ ഇൻറ്റൻഷൻ, മാലൈസ്, ഹെയ്റ്റ് എന്നൊക്കെയാണ് എന്താ പറയുക, ഒരു അതായത് ഒരു നെഗറ്റീവ് ടേമാണ് മാലവലൻസ് എന്ന് പറയുന്നത്. ഒരു ഹെയ്റ്റ് എന്നൊക്കെയാണ് മാലവലൻസ് എന്ന് പറയുന്ന ടേമിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ് ആണ്, ആന്റണിമാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? അപ്പതി. അപ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ് അല്ല, ഒരു എന്താ പറയുക, ഉദാസീനത എന്നുള്ളതാണ് അതിൻ്റെ അപ്പതി എന്ന് പറഞ്ഞാലുള്ള ഇതിൻ്റെ അർത്ഥം. നമുക്ക് ഒരാളോട് തോന്നുന്ന ഒരു ദയ എന്നുള്ളതാണ് അപ്പതി. ഇൻഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മാനുഷികമായിട്ടുള്ള ഫീലിംഗ് ഒന്നും ഇല്ലാത്ത ഒരു സിമിലർ മീനിങ് ആണ് വരുന്നത്. മാലവലൻസ് എന്ന് പറയുന്നതിൻ്റെ ഒരു സിമിലർ മീനിങ് ആണ് ഇൻഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് കൊണ്ടുവരുന്നത്. ജനറോസിറ്റി എന്ന് പറയുന്ന ടേമിൻ്റെ മീനിങ് ആണ് സഹനം, സ്നേഹം, ഉദാരത, അങ്ങനെയൊക്കെയാണ് എന്താണ് ജനറോസിറ്റി എന്ന് പറയുന്ന ഇതിന് അകമഴിഞ്ഞ് സ്നേഹിക്കുന്നതിന്, കൊടുക്കുന്നതിനെ ഒക്കെ കാണിക്കുന്ന അങ്ങനെ ഒരു മീനിങ് വരുന്ന ടേമാണ് എന്ത്